ഹലോ, നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് എവിടെയാണെന്ന് മനസ്സിലായോ? ഇത് വേറെ എവിടെയല്ല, നമ്മുടെ പുഞ്ചക്കരി ഷാപ്പിലോട്ട് പോകുന്ന വഴിയാണ്. എപ്പോഴും വന്നാലും ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. ഇത്തവണ എന്തായാലും നേരത്തെ എത്തിയോ കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കായിരുന്നു. വണ്ടി കുറച്ചു ദൂരം മാറ്റി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കേണ്ടി വന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇങ്ങ് മൊത്തത്തിൽ ഇങ്ങ് കയറിയിട്ടുണ്ട്. ഞാനുള്ള ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഇതാ ഈ കയറി പോകുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് വന്ന ഡിസംബറിലാണ്. ഞങ്ങളുടെ കല്യാണത്തിന്റെ സേവ് ഡേറ്റ് ഒക്കെ ഈ പുഞ്ചക്കരി പരിസരത്ത് വെച്ചിട്ടാണ് നടന്നത്. പിന്നെ കുറച്ചു നേരം എന്താ പച്ചപ്പ് ഹരിതാഭയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ആദ്യം ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മീനൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോയേ. നമുക്ക് ആവശ്യമുള്ള മീന് ഫ്രൈ ചെയ്യണോ പൊള്ളിക്കണോ എന്നൊക്കെ പറഞ്ഞു തന്നാൽ അത് അവരപ്പം തന്നെ ചെയ്തു തരും കേട്ടോ. പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി മീനൊക്കെ അവിടെ കണ്ടേ. നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടുത്ത ഫുഡിനായിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അതൊരു രസമല്ലേ. ആദ്യം ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ വേലത്തരങ്ങളാണ് കാണിക്കുന്നത്. അവസാനം ഓലം വന്നു, കാളം വന്നു, തോരൻ വന്നു എന്നൊക്കെ പറയുമ്പോലെ ബീഫും കൂന്തളും താറാവും അപ്പവും കപ്പയും പൊറോട്ടയും ഒക്കെ വന്നു കേട്ടാ. പിന്നെ ഒരു യുദ്ധമാണ് അവിടെ നടന്നത്. എല്ലാവരും കൂടിയൊക്കെ അതാ വിശന്നിരുന്നവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഐറ്റംസായ ഹമൂറ് പൊരിച്ചത്, മീൻ പൊള്ളിച്ചതും ഒക്കെ വന്നിട്ടുണ്ട്. മീൻ പൊള്ളിച്ചതിന്റെ വാഴയില തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കരിമ്പുംകാട്ടിൽ ആന കയറിയ അവസ്ഥയായിരുന്നു മൊത്തത്തില്. എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിലെല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 7:30 മണിയൊക്കെ ആയുള്ളൂ എന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. രാത്രിയിലത്തെ ഒരു ആംബിയൻസ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സി യു.